നമസ്കാരം. സാഫിർജാൻ EX എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Peachtree എന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ Peachtreeയിൽ നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അക്കൗണ്ടിങ് കോഴ്സ് എടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ പല കമ്പ്യൂട്ടർ സെൻറ്ററുകളിലും പല അക്കൗണ്ടിങ് കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കഴിഞ്ഞവർക്കും ഇനി പുതുതായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ Peachtree എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വളരെ കുറവാണ്. യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾ തപ്പി കഴിഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് മലയാളത്തിലൊക്കെയുള്ള ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൂടെ നിങ്ങൾക്ക് ഏത് ഭാഷയിലാണോ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആകുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ വളരെയധികം വിശകലനം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന പലർക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ് Peachtreeയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അതിനു മുമ്പ് എന്താണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ടാലിയുടെ വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്തു, ടാലിയുടെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ടാലിയിൽ നമ്മൾ കമ്പനി ക്രിയേഷൻ പഠിച്ച ശേഷം നമ്മൾ രണ്ടാമത് പഠിച്ചത് ലെഡ്ജറിനെ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. അതായത് നമ്മുടെ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷനുകളുടെ അക്കൗണ്ടുകൾ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ Peachtreeയിൽ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന രൂപമാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാലിയും Peachtreeയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ. അതുപോലെ തന്നെ ഓരോ ലെഡ്ജറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് സമാനമായിട്ടുള്ള ഒരു എൻട്രി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് ടാലിയിലാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ടാലിയിലാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിന് നമ്മൾ അണ്ടർ കൊടുക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടാണ്. പർച്ചേസിന് പർച്ചേസ് അക്കൗണ്ട്, സെയിൽ അക്കൗണ്ട്. അതുപോലെ തന്നെയാണ് ഫിക്സഡ് അസറ്റുകളൊക്കെ ഫിക്സഡ് അസറ്റായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഒരുപാട് വ്യത്യാസം. പക്ഷേ അതിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് Peachtreeയിൽ നമ്മൾ അക്കൗണ്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ആദ്യം Peachtreeയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത ശേഷം എങ്ങനെയാണ് നമ്മൾ ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് നമ്മളിട്ട വീഡിയോ എന്തായിരുന്നു, Peachtreeയിൽ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് എന്ത് ചെയ്യാൻ പോകണം, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കമ്പനി ക്രിയേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കാണുക. അതായത് നിങ്ങൾ പ്ലാൻ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ Peachtree അക്കൗണ്ടിങ് എന്ന് കാണാം. അതിലുള്ള ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ കമ്പനി ക്രിയേഷൻ. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ Peachtreeൻ്റെ ഐക്കൺ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, Peachtree ഓപ്പൺ ആയിട്ട് വരും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് കമ്പനി ക്രിയേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് Peachtree ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓപ്പണായി വരാൻ വേണ്ടി. ജസ്റ്റ് ഒരു സ്ലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ Peachtree നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. Peachtree ഓപ്പണായി വന്നു. നമ്മൾ എന്ത് ചെയ്തു, ഈ കാണുന്ന ഈ ചെറിയ വിൻഡോകളൊക്കെ നമ്മൾ തൽക്കാലം ക്ലോസ് ചെയ്തു. ഞാൻ ഫസ്റ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറയാം, ഒന്നെങ്കിൽ ഫയലിൽ വരിക, ഫയലിൽ ന്യൂ കമ്പനി അടിക്കുന്നു. ന്യൂ കമ്പനി അടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് ചൂസ് എ Peachtree പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ Peachtree കംപ്ലീറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുക. പിന്നെ നമ്മുടെ കമ്പനിയുടെ പേരാണ്, ഞാൻ MX കമ്പനി എന്ന് പറഞ്ഞിട്ട് തൽക്കാലം കമ്പനിയുടെ പേര് കൊടുത്തു. നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു സെലക്ട് എ മെത്തേഡ് ടു ക്രിയേറ്റ് യുവർ കമ്പനി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടത് ബിൽഡ് യുവർ ഓൺ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ആയിരിക്കണം. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ബിൽഡ് യുവർ ഓൺ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ അക്രൂവലാണ്, ചൂസ് ആൻ അക്കൗണ്ടിങ് മെത്തേഡ് എന്നുള്ളടത്ത് അക്രൂവൽ തന്നെയാണ് സെലക്ട് ആയി എടുക്കേണ്ടത്. നെക്സ്റ്റ് പിന്നെ ചൂസ് എ പോസ്റ്റ് മെത്തേഡ്, റിയൽ ടൈമാണ്. നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഉടനടി നമ്മുടെ ഫൈനൽ അക്കൗണ്ടിലേക്ക് എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിക്കുക. പിന്നെ
ചൂസ് ആൻ അക്കൗണ്ടിങ് പീരീഡ് സ്ട്രെച്ച്. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് അക്കൗണ്ടിങ് പീരീഡ് ദാറ്റ് ഡു നോട്ട് മാച്ച് കലണ്ടർ മന്ത്. അതായത് രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അടിക്കുന്നു. പിന്നെ ഹൗ മെനി അക്കൗണ്ടിങ് പീരീഡ്സ് ഡു യു വാണ്ട് യുവർ ഫിനാൻഷ്യൽ ഇയർ. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ മറക്കരുത്, ഇവിടെ 1 ആക്കി കൊടുക്കുക, ഒറ്റ പീരീഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി നിങ്ങൾക്കത് ജസ്റ്റ് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമുക്ക് ഒറ്റ പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അക്കൗണ്ട്സുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ 12 ഒക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യൽ പീരീഡുകളായിട്ടായിരിക്കും വരിക. അപ്പം നമുക്കതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ 1 തന്നെ സെലക്ട് ചെയ്ത്, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ കൊടുക്കുക. ഞാൻ കൊടുക്കുന്നത് 1/4/2020 അതായത് ഏപ്രിൽ 1, 2020 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അടിക്കുന്നു, അങ്ങനെ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ കമ്പനി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനി ക്രിയേറ്റ് ആവുന്നതോടുകൂടി നമുക്ക് ഫിനിഷ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഓക്കെ, ടോട്ടൽ ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട്. കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ കമ്പനി ഓപ്പൺ ആയി വരികയാണ്. ഓക്കെ, ഓപ്പൺ MX കമ്പനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, കമ്പനി ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വിൻഡോകളാണ്. ഓക്കെ, സെറ്റപ്പ് ഗൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇതും നമുക്ക് വിൻഡോ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ പീരീഡ് ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മൾ കൊടുത്ത പീരീഡ് അല്ലേ. അതായത് ഇവിടെ കാണിക്കുന്നുണ്ട് 4/1/2020. അതായത് ഏപ്രിൽ നമ്മൾ മന്താണ് ഫസ്റ്റ് കാണിക്കേണ്ടത്, പിന്നെയാണ് നമ്മുടെ ഡേറ്റ് വരുന്നത്, പിന്നെ ഇയറാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് ഈ ഭാഗത്ത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടർ നമ്മൾ എന്താണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടാലിയിൽ നമ്മൾ പറഞ്ഞു ക്യാപിറ്റലിന് ക്യാപിറ്റൽ അക്കൗണ്ടാണ് കൊടുക്കുക, പർച്ചേസിന് പർച്ചേസ് അക്കൗണ്ട് അല്ലേ, സാലറി ആണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അക്കൗണ്ടുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് പീച്ച് ട്രീയിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടർ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ നോട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ അണ്ടറും നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, പീച്ച് ട്രീയിൽ നമ്മൾ ക്യാപിറ്റലിൻ്റെ അണ്ടർ വരിക ഇക്വിറ്റി റീടേൺഡ് ഏർണിങ്സ് ആണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് പിന്നെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലാർജായിട്ട് കാണാൻ പറ്റും. ക്യാപിറ്റലിൻ്റെ അണ്ടർ ഇക്വിറ്റി റീടേൺഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞ അണ്ടറാണ് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഒന്നിലധികം ക്യാപിറ്റലുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാപിറ്റലിന് ഇപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സായിട്ടാണ് ക്യാപിറ്റൽ, ഒരു 5 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 5 പാർട്ട്നേഴ്സിൽ 5 അക്കൗണ്ടുകളായിട്ട് നിങ്ങൾക്ക് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്യാപിറ്റലിന് മാത്രം, ഒന്നാമത്തെ പാർട്ട്ണർക്ക് മാത്രമേ നിങ്ങൾ ഇക്വിറ്റി റിട്ടേൺ ഏർണിംഗ് എന്ന് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഫസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്തായിരിക്കണം, ഇക്വിറ്റി റിട്ടേൺ ഏർണിംഗ് ആയിരിക്കണം. അതിൽ കൂടുതൽ രണ്ടാമത് മുതലുള്ള പാർട്ട്ണറിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഡെസിൻറ്റ് ക്ലോസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇക്വിറ്റി ഡെസിൻറ്റ് ക്ലോസ് നിങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ വരുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. പിന്നെ ഡ്രോയിങ്സ് ആണെങ്കിൽ അതിന് അണ്ടർ ഇക്വിറ്റി ഗെറ്റ്സ് ക്ലോസ്ഡ് ആണ്. ഈ ഡ്രോയിങ്സിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ ഞാൻ മൈനസ് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ അതേപോലെ എഴുതി വെക്കുക. ഞാൻ എന്താണെന്നുള്ളത് എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഡ്രോയിങ്സിൻ്റെ അണ്ടർ വരിക ഇക്വിറ്റി ഗെറ്റ്സ് ക്ലോസ്ഡ് ആണ്. അതേപോലെ തന്നെയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പേയബിൾ ആണ്, സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് റിസീവബിൾ, ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് രണ്ടും ഒന്നാണ്. 2 പേര് തന്നു കഴിഞ്ഞാലും നമ്മൾ അതിന് അണ്ടർ ക്യാഷ് തന്നെയാണ് കൊടുക്കുക. ബാങ്കിൻ്റെ അണ്ടറും ക്യാഷ് ആയിട്ട് തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസിൻ്റെ അണ്ടർ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്, പർച്ചേസ് റിട്ടേൺ ബ്രാക്കറ്റിൽ മൈനസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി സെയിൽസ് അണ്ടർ ഇൻകം, സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ഇൻകം തന്നെയാണ്, പക്ഷേ ബ്രാക്കറ്റിൽ മൈനസ് ഉണ്ട്. ഓൾ എക്സ്പെൻസസ് എല്ലാവിധ എക്സ്പെൻസുകളും നിങ്ങൾ കൊടുക്കേണ്ടത് ഡയറക്റ്റ്, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയാലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയാലും അതിൻ്റെ അണ്ടർ നമ്മൾ കൊടുക്കേണ്ടത് എക്സ്പെൻസിലാണ്. ഓൾ ഇൻകംസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയാലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയാലും അതിൻ്റെ അണ്ടർ ഇൻകം. ഓൾ ഫിക്സഡ് അസറ്റ് എല്ലാ ഫിക്സഡ് അസറ്റുകളും നിങ്ങൾ കൊടുക്കേണ്ടത് ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിലാണ്.
ഓൾ കറണ്ട് അസറ്റ്, എല്ലാ കറണ്ട് അസറ്റുകൾ അത് അതർ കറണ്ട് അസറ്റിൻ്റെ കീഴിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓൾ കറണ്ട് ലയബിലിറ്റീസ്, എല്ലാവിധ കറണ്ട് ലയബിലിറ്റികളും നമ്മൾ കൊടുക്കേണ്ടത് അതർ കറണ്ട് ലയബിലിറ്റി. അതുപോലെ ഓൾ ലോങ് ടേം ലയബിലിറ്റി, എല്ലാ ലോങ് ടേം ലയബിലിറ്റീസുകളും നമ്മൾ കൊടുക്കേണ്ടത് ലോങ് ടേം ലയബിലിറ്റിൻ്റെ കീഴിലാണ്. ലോൺസ്, നിങ്ങൾ ലോൺസ് കൊടുക്കേണ്ടത് ലോങ് ടേം ലയബിലിറ്റിൻ്റെ കീഴിലാണ്. ലോണുകളൊക്കെ അണ്ടർ ലോങ് ടേം ലയബിലിറ്റിൻ്റെ കീഴിലാണ്. ഇനി ഷോർട്ട് ടേം ലോണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൊടുക്കാം. നമ്മളിവിടെ പറഞ്ഞ പോലെ അതർ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കുക, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ അണ്ടറാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോയിലാണ് എന്ത് പറയുന്നത്, എങ്ങനെയാണ് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.